ഈ ഒരു സെഷനിൽ എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ള വിഷയം ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ തന്നിലേക്ക് തിരിച്ച ഒരു മുസ്ലിം പണ്ഡിതൻ എന്നതിലപ്പുറം ലോക മുസ്ലിംകളുടെ മാത്രമല്ല ആഗോളതലത്തിലുള്ള മുഴുവൻ സയൻറ്റിസ്റ്റുകളുടെയും മറ്റു വിചക്ഷണരായ വ്യക്തികളുടെയുമൊക്കെ ശ്രദ്ധ തന്നിലേക്ക് തിരിച്ചുവിട്ട ഒരു വലിയ പണ്ഡിതൻ ഇബ്നുൽ ഹൈസം എന്ന് ചരിത്രം പേരിട്ട് വിളിക്കുന്ന മഹാൻ്റെ ചരിത്രപരമായ ചരിത്രത്തിൽ അദ്ദേഹം നടത്തിയ സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് ഒരല്പം സംവദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മഹാനവറുകളുടെ പേര് പൂർണ്ണനാമം അബു അലിയിൽ ഹസൻ ബിനുൽ ഹൈസം എന്നാണ്. അറബ് മാത്തമാറ്റീഷ്യനും ആസ്ട്രോണമിസ്റ്റും അതുപോലെ ഫിസിസ്റ്റും അനാട്ടമിസ്റ്റും സൈക്കോളജിസ്റ്റുമൊക്കെയായ വിവിധങ്ങളായ ശാസ്ത്രീയ മേഖലകളിൽ തൻ്റെ പ്രതിഭാത്വം തെളിയിച്ച വലിയൊരു ചരിത്ര പുരുഷനാണ് ഇബ്നുൽ ഹൈസം. 965 ബസ്രയിൽ ജനിക്കുകയും 1040 ഫാത്തിമി ഭരണകാലത്ത് തൻ്റെ 76-ാം വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടത്തിൽ ഒരുപാട് ശാസ്ത്രീയമായ സംഭാവനകൾ അർപ്പിക്കുകയും നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ നിരവധി മേഖലകളിൽ അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിവരിക്കുകയും ചെയ്തു. 2015 ഇബ്നുൽ ഹൈസമിൻ്റെ പ്രസിദ്ധ വിഖ്യാത ഗ്രന്ഥമായ കിതാബുൽ മനാദിർ എന്ന് പറയുന്ന ഗ്രന്ഥം എല്ലാവർക്കും സുപരിചിതമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൻ്റെ 1000 ആണ്ട് അഥവാ അതെഴുതിയിട്ട് 1000 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ലോക സംഘടനയായ യുനെസ്കോ, പാരീസ് ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യുനെസ്കോ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ 1000ാമത് വർഷം അന്താരാഷ്ട്ര പ്രകാശവർഷമായി അഥവാ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് അന്താരാഷ്ട്ര പ്രകാശവർഷം IYL ആയി പ്രഖ്യാപിക്കുകയും ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും നിരന്തരം ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തു. 2000-ലധികം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ ഗസ്റ്റുകളായിട്ട് പങ്കെടുത്ത വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ലോകത്തിൻ്റെ നാനാഭാഗത്തും ഈ കിതാബുൽ മനാദിറിൻ്റെയും അതിൽ പ്രതിപാദ്യമായ ലൈറ്റിനെക്കുറിച്ചും അതുപോലെ നേത്രശാസ്ത്രത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ മഹാനവറുകളുടെ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ചർച്ച ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിനെ യൂറോപ്യർ വിശേഷിപ്പിക്കുന്നത് ലോകത്ത് മുസ്ലിം പണ്ഡിതന്മാർ നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഇന്ന് ആധുനിക ശാസ്ത്രം യൂറോപ്യർ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന സർവശാസ്ത്രീയ മേഖലകളിലും ഗോൾഡൻ ഏജിലെ മുസ്ലിം പണ്ഡിതന്മാർ ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ടെന്ന് ചരിത്രം നിഷ്പക്ഷമായി വായിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഈ രൂപത്തിൽ മഹാനായ ഇബ്നുൽ ഹൈസം അദ്ദേഹം ഒരു അശ്അരി വിശ്വാസക്കാരനു കൂടിയാണ്. കേവലം ഷിയ വിശ്വാസക്കാരനോ ആ തരത്തിലുള്ള അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുസ്ലിമോ ആയിട്ടല്ല അദ്ദേഹത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം അശ്അരി വിശ്വാസക്കാരനാണ്. ഇങ്ങനെയുള്ളൊരു മുസ്ലിം പണ്ഡിതൻ്റെ ഗ്രന്ഥങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് ഞങ്ങൾ പഠനം നടത്തിയത് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്ന് സമ്മതിക്കാൻ അനുവദിക്കാത്ത അഹന്താപരമായ ഒരു കാഴ്ചപ്പാട് ഇന്ന് യൂറോപ്യർ സ്വീകരിച്ചു വരികയും മുസ്ലിം പണ്ഡിതന്മാരുടെ പേരുകൾ മാറ്റിമറിക്കുകയും അത് ലാറ്റിനൈസ് ചെയ്ത്
പേരുകൾ മാറ്റിപ്പറയുകയും ഒക്കെ ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ന് കാണാൻ സാധിക്കും, ഇന്ന് ശാസ്ത്രലോകത്ത് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഇബ്നുൽ ഹൈസമിൻ്റെ പേര് അൽ ഹാസൻ എന്നാണ് ലാറ്റിൻ വൽക്കരിക്കപ്പെട്ട ഇബ്നുൽ ഹൈസമിൻ്റെ പേര് ഇന്ന് യൂറോപ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഒളി അജണ്ട കൂടിയുണ്ട്. ഇതൊരു മുസ്ലിം പണ്ഡിതനാണ് എന്നൊരു ധ്വനി സമൂഹത്തിന് ലഭിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് ലാറ്റിനൈസ് ചെയ്യുകയും മാറ്റിമറിക്കുകയും തങ്ങളാണ് ഈ സർവ വിജ്ഞാന ശാഖകളുടെയും ഉപജ്ഞാതാക്കൾ എന്ന് സ്വയം ഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്ന് ലോകത്തുള്ളത്. പക്ഷേ ചരിത്രത്തെ നിഷ്പക്ഷമായി വായിക്കുന്ന ആർക്കും അറിയാം, ഇബ്നുൽ ഹൈസം എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതനായിരുന്നു ലോകത്തിന് ഇന്ന് ഏറ്റവും വലിയ, അദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നു. അല്ലെങ്കിൽ മറ്റൊരു അദ്ദേഹത്തിൻ്റെ പേരാണ് ഫാദർ ഓഫ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ദർശനശാസ്ത്രത്തെക്കുറിച്ച് ലോകത്തിന് ഏറ്റവും വലിയ, ഏറ്റവും ആധുനികമായ, ഇന്ന് ശാസ്ത്രലോകം എത്തിയിരിക്കുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളോട് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രചിക്കുകയും എഴുതി വെക്കുകയും അത് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത വലിയൊരു ശാസ്ത്രീയ പണ്ഡിതൻ കൂടിയാണ് ശാസ്ത്ര പണ്ഡിതൻ കൂടിയാണ് ഇബ്നുൽ ഹൈസം. കിതാബുൽ മനാദിർ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിലൂടെ കാഴ്ചയെ സംബന്ധിച്ച്, അഥവാ മനുഷ്യൻ്റെ സൈറ്റിനെ കുറിച്ച്, നോട്ടത്തെക്കുറിച്ചും കാഴ്ചയെ സംബന്ധിച്ചും വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി കൈമാറിപ്പോരുന്ന സിദ്ധാന്തങ്ങളെ അദ്ദേഹം തിരുത്തി എഴുതുകയും ചെയ്തു. ലോകത്ത് കാഴ്ചയെപ്പറ്റിയും നോട്ടത്തെ സംബന്ധിച്ചും അതുപോലെ പ്രകാശത്തെ സംബന്ധിച്ചുമൊക്കെ രണ്ട് കാഴ്ചപ്പാടുകളാണ് ലോകത്ത് ഉണ്ടായിരുന്നത്. അതിലൊന്ന് പ്രശസ്തനായ യൂക്ലിഡിൻ്റെയും ടോളമിയുടെയും സിദ്ധാന്തങ്ങളാണ്. തിയറി ഓഫ് വിഷ്വൽ പെർസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു തിയറി, അത് യൂക്ലിഡും ടോളമിയും അനുശാസിച്ചു പോന്ന, അവർ പ്രാവർത്തികമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ച ഒരു തിയറി ഓഫ് വിഷ്വൽ പെർഫെക്ഷൻ എന്ന് പറയുന്ന ആ തിയറി. അതിലൂടെ അവർ പറയുന്നത്, കണ്ണിൽ നിന്ന് ഒരു പ്രകാശരശ്മി പുറത്തേക്ക് പോവുകയും, കണ്ണിൽ നിന്ന് പുറത്തേക്ക് പോവുകയും നാം നോക്കുന്ന വസ്തുവിലേക്ക് ആ പ്രകാശരശ്മി എത്തുമ്പോഴാണ് കാഴ്ച എന്ന് പറയുന്നൊരു പ്രതിഭാസം രൂപപ്പെടുന്നത് എന്ന് യൂക്ലിഡും ടോളമിയും നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമായിരുന്നു. മറ്റൊരു സിദ്ധാന്തം എന്ന് പറയുന്നത് പ്രശസ്തനായ തത്വചിന്തകനും ശാസ്ത്രകാരനുമൊക്കെയായ അരിസ്റ്റോട്ടിൽ അദ്ദേഹം പറഞ്ഞു വെച്ചൊരു സിദ്ധാന്തമാണ്. അതിൻ്റെ പേര് ഇൻട്രോമിഷൻ തിയറി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ആ തിയറി. അതിലൂടെ അദ്ദേഹം ആ തിയറിയിലൂടെ സമൂഹത്തെ പഠിപ്പിക്കുന്നത്, നോക്കപ്പെടുന്ന വസ്തു അതിൻ്റെ ബാഹ്യരൂപം അന്തരീക്ഷത്തിലേക്ക് പ്രതിഫലിക്കുകയും ആ പ്രതിഫലനം കണ്ണിലേക്ക് എത്തുമ്പോഴാണ് കാഴ്ച എന്ന് പറയുന്ന വലിയൊരു പ്രതിഭാസം ഇവിടെ രൂപപ്പെടുന്നത് എന്നായിരുന്നു അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെച്ചത്. ചുരുക്കി പറഞ്ഞാൽ ടോളമിയും അരിസ്റ്റോട്ടിലും യൂക്ലിഡുമൊക്കെ പറഞ്ഞു വെച്ച ഈ സിദ്ധാന്തം കാലങ്ങളായി കൈമാറിപ്പോരുന്ന ഈ രണ്ട് സിദ്ധാന്തങ്ങളെയും പാടെ അതിൻ്റെ നിരർത്ഥകമായ വശങ്ങളെ തുറന്നു കാണിക്കുകയും അവകളുടെ യഥാർത്ഥ വശം പുറത്തേക്ക് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഇബ്നുൽ ഹൈസം തൻ്റെ കിതാബുൽ മനാദിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ. ഇബ്നുൽ ഹൈസം ഈ രണ്ട് സിദ്ധാന്തങ്ങളെയും തിരുത്തി എഴുതിക്കൊണ്ട് തൻ്റെ കിതാബുൽ മനാദിറിലൂടെ മഹാൻ പറയുന്നു, ഖദ് തബയ്യന ഫീമാ തഖദ്ദം അന്ന കുല്ല ജിസ്മിൻ മുളീഉൻ ബി അയ്യി ലൗഇൻ കാൻ. ഏതൊരു വസ്തുവും പ്രകാശം അതിലേക്ക് സ്പർശിക്കുമ്പോൾ ആ വസ്തു പ്രകാശപൂരിതമാകുന്നു. ഫൈനൽ ലൗ അല്ലദീ ഫീഹി യസ്ദുറു മിൻഹു ലൗഉൻ ഇലാ കുല്ലി ജിഹത്തിൻ തുഖാബിലുഹു. ആ പ്രകാശം ആ വസ്തുവിലേക്ക് എത്തുമ്പോൾ അതിൽ ചെന്ന് പതിക്കുന്ന ആ പ്രകാശം അതിനോട്
അതിൻ്റെ നേരെ നിൽക്കുന്ന, അതിനോട് സമാന്തരമായി നിൽക്കുന്ന സർവ മേഖലകളിലെ സർവ ഭാഗങ്ങളിലേക്കും ആ പ്രകാശം പരക്കുകയും ചെയ്യുമെന്ന് ഇബ്നുൽ ഹൈസം പറയുന്നു. ഫൈദാ ഖാബലൽ ബസറു മുബസറം മിൻ മുബസറാത്തിഹി, ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നമ്മുടെ നോട്ടം എത്തുകയും വകാനൽ മുബസറു മുളിഅൻ ബി അയ്യി ലൗഇൻ കാന, ഏതെങ്കിലും ഒരു പ്രകാശം, സൂര്യപ്രകാശമാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രകാശങ്ങളാവട്ടെ, ആ വസ്തു പ്രകാശിക്കുകയും ആ പ്രകാശം കൊണ്ട് ആ വസ്തു പ്രകാശിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുവിലേക്ക് നമ്മുടെ നോട്ടം എത്തുമ്പോൾ ഫഇന്ന ലൗ അല്ലദീ ഫിൽ മുബ്സരി യരിദു മിൻഹു ലൗഉൻ ഇലാ സത്ഹിൽ ബസർ, ആ പ്രകാശം നേരെ നമ്മുടെ കണ്ണിലേക്ക് പതിക്കുകയും അതിലൂടെ കാഴ്ച എന്ന് പറയുന്ന ഒരു പ്രതിഭാസം രൂപപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഇബ്നുൽ ഹൈസം പറയുന്നു. അദ്ദേഹം തുടർന്ന് പറയുന്നു, വഖദ് തബയ്യന അന്ന മിൻ ഖാസ്സത്തിൽ ലൗഇ, ഈ പ്രകാശമെന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അയ്യു അസ്സിറ ഫിൽ ബസർ, കണ്ണിൽ അത് പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. കണ്ണിൽ അത് പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. വ അന്നമിൻ ത്വബീഅത്തിൽ ബസരി, അതുപോലെ തന്നെ കണ്ണിൻ്റെ സ്വഭാവമാണ് അയ്യം ഫഇല ബിൽ ലൗഇ, അത് പ്രകാശത്തെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഫഉഖ്ലിക, ആ കാഴ്ച സൃഷ്ടിക്കപ്പെടുന്നു ബി അൻ യകൂന ഇഹ്സാസുൽ ബസരി ബിൽ ലൗഇ, കണ്ണിലേക്ക് പ്രകാശം വരുമ്പോഴാണ് കാഴ്ച എന്ന് പറയുന്ന ഒരു പ്രതിഭാസം രൂപപ്പെടുന്നത് എന്ന് ഇബ്നുൽ ഹൈസം തൻ്റെ കിതാബുൽ മനാളിർ 6-ാം അധ്യായത്തിലൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ യൂക്ലിഡും ടോളമിയും അരിസ്റ്റോട്ടിലും പറഞ്ഞു വെച്ചൊരു സിദ്ധാന്തം, ആ സിദ്ധാന്തത്തെ തിരുത്തിക്കൊണ്ട് മഹാനായ ഇബ്നുൽ ഹൈസം പറയുന്നു, കണ്ണിൽ നിന്ന് ഒരു പ്രകാശം നമ്മൾ നോക്കുന്ന വസ്തുവിലേക്ക് പോകുമ്പോഴല്ല കാഴ്ച രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ നോക്കപ്പെടുന്ന വസ്തു അതിൻ്റെ ബാഹ്യമായ രൂപം പ്രതിഫലിപ്പിക്കുകയും ആ പ്രതിഫലനം കണ്ണിൽ പതിക്കുമ്പോഴും അല്ല കാഴ്ച രൂപപ്പെടുന്നത്. മറിച്ച് ഇബ്നുൽ ഹൈസം തിരുത്തി ശാസ്ത്രലോകത്തെ തൻ്റെ കണ്ണിൽ നിന്ന് പോകുന്ന പ്രകാശരശ്മിയല്ല, മറിച്ച് ഒരു നോക്കപ്പെടുന്ന വസ്തു അതിലേക്ക് പ്രകാശം വന്ന് പതിക്കുകയും ആ പ്രകാശം തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് ഈ കാഴ്ച എന്ന് പറയുന്നൊരു പ്രതിഭാസം ഇവിടെ രൂപപ്പെടുന്നത് എന്ന് മഹാൻ ഇവിടെ തിരുത്തി പറഞ്ഞപ്പോഴാണ് ഇന്ന് ആധുനിക ശാസ്ത്രം അത് കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വളരെ വലിയ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന മേഖലക്ക് തന്നെ ഏറ്റവും വലിയ ഒരു സംഭാവനയായി അദ്ദേഹം നൽകിയ ഒരു സന്ദേശമായിരുന്നു ഇത്. പിന്നീട് ഇങ്ങോട്ടുള്ള ശാസ്ത്ര നിരീക്ഷണം നടത്തുന്ന മുഴുവൻ ആളുകളും ഈ ഒരു സിദ്ധാന്തത്തെ അല്ലെങ്കിൽ ഇബ്നുൽ ഹൈസം പറഞ്ഞു വെച്ച ഈ ഒരു ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീട് പഠനങ്ങൾ മുഴുവൻ നടത്തിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതാണ് ഇന്ന് മോഡേൺ ഒപ്റ്റിക്സിൻ്റെ പിതാവായി ഇബ്നുൽ ഹൈസം അറിയപ്പെടാനുള്ള കാരണം. ഈ ഒരു സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് മിസൗറിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിസൗറിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ മാർക്ക് സ്മിത്ത് പറയുന്നു, മോഡേൺ സയൻസ് ഓഫ് ഫിസിക്കൽ ഒപ്റ്റിക്സ്, ഇന്നത്തെ ഫിസിക്കൽ ഒപ്റ്റിക്സിൻ്റെ പിതാവായി അതിനൊരു പാത വെട്ടിത്തെളിച്ചത് ഇബ്നുൽ ഹൈസമായിരുന്നു എന്ന് മാർക്ക് സ്മിത്ത് തൻ്റെ പുസ്തകത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇബ്നുൽ ഹൈസം ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും രചിക്കാനുണ്ടായ സാഹചര്യം, അന്ന് ഫാത്തിമി ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ടൊരു ഖലീഫയായ ഹാക്കിം ബി അംരില്ലാഹി, അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇബ്നുൽ ഹൈസം ഒരുപാട് ശാസ്ത്രീയ പുരോഗതികൾ കൈവരിക്കുകയും വലിയൊരു സൈദ്ധാന്തിക പണ്ഡിതനായി അറിയപ്പെടുകയും ചെയ്ത ഒരു സമയത്ത് ഹാക്കിം ബി അംരില്ലാഹി അന്ന് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം നിരന്തരമായി ഉണ്ടാവുകയും ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ ഇബ്നുൽ ഹൈസമിൻ്റെ അടുക്കൽ അദ്ദേഹം അന്ന് എൻജിനീയറിങ്ങിൽ അഥവാ അറബിയിൽ ഹന്തസ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എൻജിനീയറിങ്ങിൽ പ്രാഗൽഭ്യം തെളിയിച്ച വലിയൊരു പണ്ഡിതൻ കൂടിയായിരുന്നു. ആ സമയത്ത് അന്ന് നൈൽ നദിയിൽ വെള്ളം പൊങ്ങുന്ന പ്രശ്നം താനൊരു ഡാമുണ്ടാക്കി പരിഹരിക്കുമെന്ന്
ഹാക്കിം ബി അംരില്ലാഹിയുടെ മുമ്പിൽ സമ്മതിക്കുകയും അങ്ങനെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ അതിലെ വെള്ളത്തിൻ്റെ സാന്ദ്രതയും അവിടെ കെട്ടുന്ന അണക്കെട്ടിൻ്റെ ഒരു അസ്വാഭാവികത, അതിലൂടെ അവിടെ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ പിന്നീട് ഹാക്കിം ബി അംരില്ലാഹി അദ്ദേഹത്തെ ശിക്ഷക്ക് വിധിക്കുകയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ രാജാവിൻ്റെ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഭ്രാന്തനായി അഭിനയിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഭ്രാന്തനായിട്ട് പോലും അദ്ദേഹത്തെ ഹാക്കിം വീട്ടുതടങ്കലിൽ അദ്ദേഹത്തെ തടങ്കലിൽ ഇടുകയും അങ്ങനെ ആ വീട്ടുതടങ്കലിൽ നിന്നുകൊണ്ടാണ് ഇബ്നുൽ ഹൈസം നിരവധി ഗ്രന്ഥങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചത്. അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചത് ഈ തടങ്കൽ കാലഘട്ടത്തിലാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹം കിതാബുൽ മനാദിറിലൂടെ പഠിപ്പിക്കുന്നത് നിരവധി ശാസ്ത്രലോകത്ത് ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഇബ്നുൽ ഹൈസം ഒരുപാട് പേജുകളിൽ അദ്ദേഹം രചന നടത്തുകയും അതിൽ ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ ഒരുപാട് സംഭവങ്ങൾ ഇബ്നുൽ ഹൈസം പറഞ്ഞു വെക്കുകയും ചെയ്തു. അതിൽപ്പെട്ട ഒന്നാണ് പ്രകാശത്തിൻ്റെ വേഗത. പ്രകാശത്തിൻ്റെ വേഗത അനന്തമായി പോവുകയാണ് എന്നായിരുന്നു പഴയകാലത്തെ സിദ്ധാന്തങ്ങൾ. ആ സിദ്ധാന്തങ്ങളെ പൊളിച്ചെഴുതുകയും അദ്ദേഹം പറഞ്ഞു, പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് പരിധിയുണ്ട്, ഇത്ര വേഗതയിൽ മാത്രമാണ് പ്രകാശം, ഒരു നിശ്ചിതമായ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് എന്ന് ഇബ്നുൽ ഹൈസം പറഞ്ഞു വെച്ചു. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം പണ്ഡിതന്മാർ ലോകത്തിന് മുമ്പിൽ ഒരുപാട് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ എന്ന് പറഞ്ഞാൽ യൂറോപ്യർ ഉടുതുണി പോലുമില്ലാതെ അപരിഷ്കൃതരായി നടന്നിരുന്നൊരു കാലത്താണ് അബ്ബാസിയ ഭരണകൂടവും അതുപോലെ തന്നെ ഉമവിയ ഭരണകൂടവും അബ്ബാസിയ ഭരണകൂടവും അവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ ചെറുകിട വൻകിട ഭരണകൂടങ്ങൾ, ഫാത്തിമി പോലുള്ള ഭരണകൂടങ്ങളൊക്കെയും ഇവിടെ നിലനിൽക്കുന്ന കാലത്ത് മുസ്ലിം പണ്ഡിതന്മാർ വലിയ തോതിൽ ഈ ചിന്താപരമായി അവർ ചിന്തിക്കുകയും അവർ ഗ്രന്ഥങ്ങൾ രചിക്കുകയും മനനം ചെയ്യുകയും ഈ ലോകത്ത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രതിഭാസങ്ങളെക്കുറിച്ചും സയൻറ്റിഫിക്കായി അതിനെ പരിശോധിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ അവർക്ക് നൽകുന്ന ഒരു പ്രചോദനമായിരിക്കാം ഒരു പക്ഷേ ഇത്. എന്ന് പറഞ്ഞാൽ ഖുർആൻ പറയുന്നു, നിങ്ങൾ കുൽ സിറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുത്തഖീൻ. ചരിത്രത്തിലേക്ക് വിശുദ്ധ ഖുർആൻ വെളിച്ചം വീശുന്നു. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കണം, ചരിത്രം നിങ്ങൾ പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജീവികളെക്കുറിച്ച് പഠിക്കണം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. മൃഗങ്ങളെക്കുറിച്ച് പഠിക്കണം. വ ഇലസ് സമാഇ കൈഫ റുഫിഅത്. ആസ്ട്രോണമിയെക്കുറിച്ച് പഠിക്കണമെന്നൊക്കെ. വ ഇലൽ ജിബാലി കൈഫ നുസിബത്. പർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കണം. ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആൻ ചരിത്ര പഠനത്തെയും ശാസ്ത്ര പഠനത്തെയും മനനത്തെയും അതുപോലെ നിരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളെയും ഒക്കെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർ ഈ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളും അതിനെക്കുറിച്ചുള്ള പരിശോധനകളുമൊക്കെ നടത്തിയത്. എന്നിട്ട് അവർ അതിലൂടെ അള്ളാഹുവിനെ കാണാനാണ് ശ്രമിച്ചത് എന്നാണ് സത്യം. മുസ്ലിം പണ്ഡിതന്മാർ ഈ ചരിത്ര പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ ആസ്ട്രോണമിസ്റ്റായിരുന്നു മഹാനരായ ഇബ്നുൽ ഹൈസം ആസ്ട്രോണമി പഠിക്കുന്നത് ഗോളശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഖിബിലയുടെ ദിശയെക്കുറിച്ച് പഠിക്കാനും അത് ഇസ്ലാമികമായി ഉപയോഗയോഗ്യമാക്കിയെടുക്കാനും വേണ്ടിയാണ് ആസ്ട്രോണമിയെക്കുറിച്ച് പഠിക്കുന്നത്. അതുപോലെ ഖിബില ശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം വിശകലനം നടത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? വിശുദ്ധ ഇസ്ലാമിൻ്റെ നേരായ പ്രബോധനത്തിനും ഇസ്ലാം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ മുഴുവനും സത്യമാണ്, അത് അള്ളാഹുവിങ്കൽ നിന്നുള്ള വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ എന്നതിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് സ്വയം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു ഈ പണ്ഡിതന്മാരൊക്കെയും പഠനം നടത്തിയത്. ഇബ്നുൽ ഹൈസമിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം രചിക്കപ്പെട്ട 200ഓളം ഗ്രന്ഥങ്ങൾ
ഇബ്നുൽ ഹൈസം രചിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ, 263 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചത് ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം കേവലം ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, ഇസ്ലാമിൻ്റെ നെടുന്തൂണുകളായ ആത്മീയമായ വിഷയങ്ങൾ, തഫ്സീറുകളും അതുപോലെ ഹദീസ് പഠനങ്ങളും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പുറമെ മുസ്ലിം പണ്ഡിതന്മാർ എന്ന് പറയുന്നത് കേവലം ആത്മീയമായ വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നതല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിചരാചരങ്ങളിലുള്ള മുഴുവൻ പ്രതിഭാസങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായി നിരീക്ഷണം നടത്തിയവരായിരുന്നു മുസ്ലിം പണ്ഡിതന്മാരെന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. മഹാനായ ഇബ്നുൽ ഹൈസം രചിച്ച നിരവധി ഗ്രന്ഥങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് തസ്വീബാത്തുൻ അലൽ മജസ്തി, അൽ മജസ്റ്റ്, അതുപോലെ തന്നെ ഷുക്കൂക്കുൻ അല ബത്തലേമിസ്, ടോളമിയുടെ സിദ്ധാന്തങ്ങളെ പൊളിച്ചെഴുതുന്ന വിഷയങ്ങൾ സംവദിക്കുന്ന ഗ്രന്ഥം, അതുപോലെ തന്നെ തക്വീനുൽ ആലം, ഈ ലോകത്തിൻ്റെ ഘടന എങ്ങനെയാണ് എന്ന് തൻ്റെ തക്വീനുൽ ആലം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നുൽ ഹൈസം പഠിപ്പിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗ്രന്ഥമാണ് മീസാനുൽ ഹിക്മ എന്ന് പറയുന്നത്. മറ്റൊന്ന് മഖാലത്തുൻ ഫിൽ മക്കാൻ, ഈ സ്പേസിനെ കുറിച്ചും അതുപോലെ ഒരു വസ്തു നിലനിൽക്കുന്ന അതിൻ്റെ അന്തരീക്ഷത്തിൽ അത് നിലനിൽക്കുമ്പോൾ അതിൻ്റെ സാന്ദ്രതയെക്കുറിച്ചുമൊക്കെ ഇബ്നുൽ ഹൈസം തൻ്റെ മഖാലത്തുൻ ഫിൽ മക്കാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ തഹ്ദീദു ദഖീഖ് ലിൽ ഖുതുബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ ഇബ്നുൽ ഹൈസം ഭൂമിയുടെ അച്ചുതണ്ടിനെ കുറിച്ച് അദ്ദേഹം ഭൂമിയുടെ കൃത്യമായ മധ്യഭാഗം എവിടെയാണ് എന്നും ഭൂമി കറങ്ങുമ്പോൾ അതിൻ്റെ മധ്യഭാഗം എവിടെയാണ് എന്നും അതിൻ്റെ അച്ചുതണ്ട് അഥവാ കുത്തുബ് എവിടെയാണ് എന്നും വളരെ കൃത്യമായി 12-11 നൂറ്റാണ്ടുകളിൽ മുസ്ലിം പണ്ഡിതന്മാർ അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തിയിരുന്നു എന്നതിലേക്കാണ് ഇബ്നുൽ ഹൈസമിൻ്റെ ഈ ഗ്രന്ഥം നമുക്ക് അത് വെളിച്ചം വീശുന്നത് അതിലേക്കാണ്. അതുപോലെ തന്നെ റിസാലത്തുൻ ഫി ഷഫഖ് എന്ന് പറയുന്നൊരു ഗ്രന്ഥം ഇബ്നുൽ ഹൈസം തന്നെ രചിച്ച ഗ്രന്ഥം, ചക്രവാളത്തെക്കുറിച്ച് പഠനം നടത്തിയ ഗ്രന്ഥമാണ്. അതുപോലെ കൈഫിയത്തു ഹിസാബി ഇത്തിജാഹിൽ ഖിബിലത്തി, ഖിബിലയുടെ കണക്കുകൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണത്. മറ്റൊരു ഗ്രന്ഥമാണ് അൽ മുസൂലത്തുൽ ഉഫുഖിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ ഇബ്നുൽ ഹൈസം പറയുന്നു, മുസൂലത്തുൽ ഉഫുഖിയ്യ ചക്രവാളത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന മറ്റൊരു ഗ്രന്ഥമാണ് മുസൂലത്തുൽ ഉഫുഖിയ്യ എന്ന് പറയുന്നത്. അതുപോലെ മഖാലത്തുൻ ഫി സൂറത്തിൽ കുസൂഫ്, ഗ്രഹണത്തെ സംബന്ധിച്ചും ഇബ്നുൽ ഹൈസം തൻ്റെ ഈ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുന്നു. അതുപോലെ മറ്റൊരു ഗ്രന്ഥമാണ് മഖാലത്തുൻ ഫി ലൗ ഇൻ നുജൂം, ചന്ദ്രൻ്റെ പ്രകാശത്തെക്കുറിച്ച്, നുജൂമുകളുടെ പ്രകാശത്തെക്കുറിച്ച് ഇബ്നുൽ ഹൈസം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്. ഒരു ചെറിയ മക്കാലയാണ് മക്കാലത്തുൻ ഫി ലൗ ഇൻ നുജൂം എന്ന് പറയുന്ന ഗ്രന്ഥം. അതുപോലെ തന്നെ മക്കാലത്തുൻ കൈഫിയത്തുൽ ഇദ്ലാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ ഇബ്നുൽ ഹൈസം പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ നിഴല് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നും ആ നിഴല് നിലനിൽക്കുന്ന അതിൻ്റെ വ്യതിചലനത്തെക്കുറിച്ചുമൊക്കെയാണ് ശാസ്ത്രീയമായി നിരീക്ഷണമാണ് ഇബ്നുൽ ഹൈസം തൻ്റെ കൈഫിയത്തുൽ ഇദ്ലാൽ എന്ന് പറയുന്ന അഥവാ നിഴലിൻ്റെ രൂപഘടന എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ, ചെറിയ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് മഖാലത്തുൻ ഫി ഖൗസിൻ വ ഖസ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ ഇബ്നുൽ ഹൈസം ശാസ്ത്രലോകത്തിന് മുമ്പിൽ പറഞ്ഞു വെക്കുന്നത് മഴവില്ലിൻ്റെ ആകൃതിയെക്കുറിച്ചും എങ്ങനെയാണ് മഴവില്ല് രൂപപ്പെടുന്നത് എന്നും മഴവില്ല് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം എങ്ങനെ രൂപപ്പെടുന്നത് എന്നുമൊക്കെ ഇബ്നുൽ ഹൈസം തൻ്റെ ഈ ഗ്രന്ഥത്തിലൂടെ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ റിസാലത്തുൻ ഫിൽ ലൗ എന്ന് പറയുന്ന മറ്റൊരു ചെറിയ ഗ്രന്ഥം, ഈ കിതാബുൽ മനാദിറിന് പുറമെ പ്രകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടി മഹാനവറുകൾ രചിച്ച ഗ്രന്ഥമാണ് റിസാലത്തുൻ ഫിൽ ലൗ എന്ന് പറയുന്ന ഗ്രന്ഥം. തഅ്സീറുൽ ലുഹൂനിൽ മ്യൂസിക്കിയ ഫിൻ നുഫൂസ്, ജീവികളിൽ എങ്ങനെയാണ് ഈ മ്യൂസിക് എന്ന് പറയുന്ന ഈ ശബ്ദം അഥവാ സൗണ്ട് സിസ്റ്റം എങ്ങനെയാണ് ജീവികളിൽ പ്രതിഫലനമുണ്ടാക്കുന്നത് എന്ന വളരെ ആധുനിക ശാസ്ത്രം
കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന, അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയിലാണ് മഹാനായ ഇബ്നുൽ ഹൈസം തഅ്സീറുൽ ലുഹൂനിൽ മ്യൂസിക്കിയ ഫിൻ നുഫൂസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ വെളിച്ചം വീശുന്നത്. അതുപോലെ തന്നെ നിരവധി എൻജിനീയറിങ്ങിൽ അഥവാ ഹന്തസയിൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് കിതാബുൻ ഫി തഹ്ലീലിൽ മസാഇലിൽ ഹന്തസിയ എന്ന് പറയുന്ന ഗ്രന്ഥം. അത് ഹന്തസയെക്കുറിച്ച് അല്ലെങ്കിൽ എൻജിനീയറിങ്ങിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹൈസം രചിച്ച ഗ്രന്ഥമാണ്. ഇങ്ങനെ ഇന്ന് ആധുനിക ശാസ്ത്രം അഥവാ യൂറോപ്യർ ശാസ്ത്രജ്ഞർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സമൂഹം മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് ലോകത്തിന് ധാരണയുള്ള ഇത്തരം പല വിഷയങ്ങളിലും ഇബ്നുൽ ഹൈസം അടക്കമുള്ള വലിയ മുസ്ലിം പണ്ഡിതന്മാർ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അവരതിൽ പഠനം നടത്തിയിട്ടുണ്ട്, ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്.